തൃശൂർ ആതിരപ്പള്ളി സ്വദേശികളായ ആദിവാസി ദമ്പതികളുടെ കുഞ്ഞ് പ്രസവത്തിന് പിന്നാലെ മരിച്ചത്. പരമാവധി ശ്രമിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതിരുന്നതിന്റെ നിരാശയിലാണ് രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിക്കപ്പെട്ട ആരോഗ്യ വനം വകുപ്പ് ജീവനക്കാരുടെ സംഘം. കാടിനുള്ളിലൂടെ നടന്നും പുഴയിലൂടെ തോണിയിൽ സഞ്ചരിച്ചും നടത്തിയ ദീർഘമായ യാത്രയ്ക്കൊടുവിലാണ് അമ്മയെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നാണ് സംഘാംഗങ്ങൾ പറയുന്നത്. 7 മാസത്തോളം ഗർഭിണിയായിരുന്ന മിനിക്കുട്ടിയുമായി വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഇന്നലെ പുലർച്ചെയാണ് സുഭാഷ് ഉൾക്കാട്ടിലെത്തിയത്. ജോലി ആരംഭിച്ച് ഏറെ വൈകും മുൻപ് പ്രസവവേദന അനുഭവപ്പെട്ടു. മിനിക്കുട്ടിയെ സുരക്ഷിതയാക്കിയ ശേഷം മൊബൈലിന് റേഞ്ചുള്ള പ്രദേശത്തെത്തി സുഭാഷ് അധികൃതരെ വിവരമറിയിച്ചു. ആ സമയം മുതൽ തുടങ്ങിയതാണ് അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കാനുള്ള ആരോഗ്യ വനം വകുപ്പ് ജീവനക്കാരുടെയും 108 ആംബുലൻസ് ഡ്രൈവർ ജീവനക്കാരായ വിഷ്ണുവിന്റെയും അജിതയുടെയും ശ്രമം. ആംബുലൻസിലേക്ക് സന്ദേശം എത്തിയതിന് പിന്നാലെ വിഷ്ണുവും അജിതയും ഹെൽത്ത് ഇൻസ്പെക്ടർ രഞ്ജിത്ത് ഗോപിനാഥിന്റെയും ഡെപ്യൂട്ടി റേഞ്ചർ KU ജോയിയുടെയും നേതൃത്വത്തിൽ സംഭവസ്ഥലത്തേക്ക് കുതിച്ചു. സുഭാഷും മിനിക്കുട്ടിയും 7 കിലോമീറ്ററോളം ഉൾക്കാട്ടിലായിരുന്നതിനാൽ ഇവർ സ്ട്രക്ചറുമായി കാൽനടയായി യാത്ര ആരംഭിച്ചു. കാട്ടിൽ മരങ്ങൾ വീണുകിടന്നതും ആനകൾ ഇറങ്ങിയതും യാത്രയ്ക്ക് തടസ്സമായി. എന്നാൽ തോണിയിൽ പുഴ കടന്ന് വീണ്ടും സംഘങ്ങൾ യാത്ര തുടർന്നു. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി 4 മണിക്കൂർ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യുവതിയെ കണ്ടെത്താനായത്. രക്ഷാപ്രവർത്തകർ എത്തും മുൻപ് തന്നെ മിനിക്കുട്ടി പ്രസവിക്കുകയും കുഞ്ഞ് മരിക്കുകയും ചെയ്തിരുന്നു. ശക്തമായ മഴയും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചതോടെ കുഞ്ഞിന്റെ മൃതദേഹം കാട്ടിൽ തന്നെ മറവു ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് യുവതിയെയും ചുമന്ന് ദുർഘടം നിറഞ്ഞ പാതയിലൂടെ തിരികെ വീണ്ടും സഞ്ചരിച്ചാണ് രാത്രി വൈകി ഇവർ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിയത്. ന്യൂസ് മലയാളം, തൃശൂർ.